ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആയിട്ടാണ്. നമുക്ക് നോക്കാം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കൊണ്ടുവരുന്ന VBG റാംജി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചതാരാണ്? കേന്ദ്ര ഗ്രാമവികസന മന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാനാണ് കേട്ടോ. കേന്ദ്ര ഗ്രാമവികസന മന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാനാണ് ഇപ്പോഴത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരായ VBG റാംജി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അതായത് വികസിത് ഭാരത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ് കേട്ടോ. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ഇത് അവതരിപ്പിച്ചത് കേന്ദ്ര ഗ്രാമവികസന മന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഓക്കെ, അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. IPL ക്രിക്കറ്റിലെ വില കൂടിയ താരം കാമറൂൺ ഗ്രീനാണ്. ഈ വർഷത്തെ IPL ക്രിക്കറ്റിലെ ഏറ്റവും വില കൂടിയ താരമായിട്ട് ആരാണ്? കാമറൂൺ ഗ്രീന്. കുറച്ച് ബാക്ടീരിയയും അതിൻ്റെ നിറങ്ങളുമാണ് നമ്മൾ PSCകളിൽ കണ്ടുവരുന്നത്. ബാക്ടീരിയ അതിൻ്റെ ഷേപ്പുകൾ അല്ലേ, അത് പഠിച്ചിട്ടുള്ളതാണ്. മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, കണ്ടുവരുന്നതാണ്. ബാക്ടീരിയാസും അതിൻ്റെ ഷേപ്പുകൾ, ഡംബൽ ഷേപ്പ്, സ്പൈറലം ഷേപ്പ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി ബാക്ടീരിയ അതിൻ്റെ നിറങ്ങളുമായിട്ട്. അപ്പോൾ നോക്കാം. സൈനോ ബാക്ടീരിയയുടെ നിറം എന്ന് പറയുന്നത് നീല പച്ച. അപ്പോൾ നീല പച്ച നിറത്തിലുള്ള കാണപ്പെടുന്ന ബാക്ടീരിയയാണ് സയനോ ബാക്ടീരിയ. റെഡ് നിറത്തിൽ കാണപ്പെടുന്നതാണ് സെററ്റിയ മാക്സിനസ്. ഓക്കെ, സെററ്റിയ മാക്സിനസ് എന്ന് പറയുന്നത് ബാക്ടീരിയ റെഡ് നിറത്തിലാണ്. സ്യൂഡോമോണാസ് എരുജിനോസ എന്നല്ല കേട്ടോ, എരുജിനോസ എന്നാണ്. ഓക്കെ, എരുജിനോസ എന്നാണ്. അത് നിയോൺ പച്ച, നീല നിറത്തിൽ കാണപ്പെടും. സ്റ്റെഫലോകോക്കസ് ഓറിയസ് യെല്ലോ നിറത്തിലാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, ഈ വർഷത്തെ ശ്രീ ശങ്കര പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ഈ വർഷത്തെ ശ്രീ ശങ്കര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്ക്. രാജ്യത്തെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി, വന സർവകലാശാല വരുന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായിരുന്നു ഏകതാ പ്രതിമ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഏകതാ പ്രതിമ. ഏകതാ പ്രതിമയുടെ ശില്പി രാം വി സുധാർ ഈ വർഷം അന്തരിച്ചു. അപ്പം ഏകതാ പ്രതിമയുടെ ശില്പി ആരായിരുന്നു? രാം വി സുധാർ ആയിരുന്നു. അദ്ദേഹം റീസെൻ്റായിട്ട് ഇപ്പം മരിച്ച വ്യക്തിയാണ്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ നിയമിതനായ വ്യക്തിയാണ് സുമൻ സെൻ. ഓക്കെ, സൗമൻ സെൻ. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായാണ് സൗമൻ സെൻ. അദ്ദേഹം നേരത്തെ മേഘാലയ ഹൈക്കോടതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ മേഘാലയ ഹൈക്കോടതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സൗമൻ സെന്നിനെയാണ് ഇപ്പം റീസെൻ്റായിട്ട് കേരള ഹൈക്കോടതിൻ്റെ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതമായിരിക്കുന്നത്. സിക്കിം ഹൈക്കോടതിയുടെ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മുഹമ്മദ് മുഷ്താഖ്, ഇപ്പോഴത്തെ മുഹമ്മദ് മുഷ്താഖ് ആയിരുന്നു. അദ്ദേഹം മാറിയാണ് ഇപ്പോൾ സൗമൻ സെൻ വന്നത്. എന്നാൽ മുഹമ്മദ് മുഷ്താഖിനെ സിക്കിം ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായിട്ടാണ് നിയമിതനായിരിക്കുന്നത്. അപ്പം രണ്ട് രീതിയിലും ചോദിക്കാം. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ സൗമൻ സെൻ നേരത്തെ ഏത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു? അത് മേഘാലയ ഹൈക്കോടതിൻ്റെ ആയിരുന്നു. എന്നാൽ തിരിച്ച് വേറെ രീതിയിലും ചോദിക്കാം. കേരള ഹൈക്കോടതിൻ്റെ ചീഫ് ജസ്റ്റിസായ മുഹമ്മദ് മുഷ്താഖ് ഇപ്പോൾ ഏത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണെന്ന് ചോദിച്ചാൽ എവിടുത്തെയാണ്? അത് സിക്കിം ഹൈക്കോടതിൻ്റെ ചീഫ് ജസ്റ്റിസാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനുകളും ഒന്ന് ഓർത്തിരിക്കുക. അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികളും കേരളത്തിൻ്റെ ചീഫ് ജസ്റ്റിസായിട്ട് നിൽക്കുന്ന ആളായതുകൊണ്ടാണ് അതിനൊരു ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞത്. കേരള ഹൈക്കോടതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു മുഹമ്മദ് മുഷ്താഖ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കീപ് സപ്പോർട്ട് മീ. താങ്ക്സ് ഫോർ വാച്ചിങ്.